3 സീറ്റ് NDAക്കും കിട്ടും എന്നുള്ള രീതിയിൽ ഒരു തൂക്കുസഭ രീതിയിലാണ്. വ്യത്യസ്തമായ ഒരു സർവേ ഫലമാണ് മാട്രിക്സിന്റേത്. ശ്രദ്ധേയമായ എക്സിറ്റ് പോൾ ആണ് മാട്രിക്സിന്റേത്. ടുഡേസ് ചാണക്യ അതിലും 72 മുതൽ 80 വരെ സീറ്റുകൾ അവർ UDFന് പ്രവചിക്കുന്നു. 60 മുതൽ 65 വരെ സീറ്റുകൾ LDFന് പ്രവചിക്കുന്നു. 3 മുതൽ 7 വരെ സീറ്റുകൾ അവിടെയും NDAക്ക് 3 സീറ്റുകൾ അത് 7 വരെ ആകാം എന്ന് ടുഡേസ് ചാണക്യയുടെ സർവേ ഫലമായി വരുന്നുണ്ട്. 72, 80, 60, 65, 3-7. മഞ്ജുഷ ഇതുവരെ വന്ന 5 സർവേ ഫലങ്ങളിലും UDFനാണ് മേധാവിത്വം. UDF കേരളം ഭരിക്കും. പക്ഷെ പറയുമ്പോൾ മെജോറിറ്റി മാർക്ക് ചിലപ്പോൾ കൃത്യമായിരിക്കും, അല്ലെങ്കിൽ ഒരു സീറ്റിന്റെ കുറവുണ്ടാകും. പക്ഷേ ചാണക്യയുടെ ഫലത്തിൽ ഒരു സീറ്റ് കൂടുതലുണ്ടല്ലോ, 72 സീറ്റ് വരെ. 72-80 ഏറ്റവും കുറഞ്ഞ ഒരു സാഹചര്യത്തിൽ, ഏറ്റവും മോശപ്പെട്ട ഒരു സാഹചര്യത്തിൽ പോലും UDFന് 72 സീറ്റുകൾ വരെ കിട്ടാം, 80 വരെ ഉയരാം. പക്ഷേ അവിടെ BJPയുടെ അക്കൗണ്ടിൽ 3 മുതൽ 7 സീറ്റുകൾ വരെ ചാണക്യ പറയുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആക്സിസ് മൈ ഇന്ത്യ UDFന് ക്ലിയർ മെജോറിറ്റി, ഏറ്റവും കൂടുതൽ മെജോറിറ്റി UDFന് പറയുന്നത് ആക്സിസ് മൈ ഇന്ത്യ ആണ് അല്ലെ. 90 സീറ്റുകൾ വരെ പറയുന്നുണ്ട്. ആക്സിസ് മൈ ഇന്ത്യയുടെ ഈ കണക്കാണ് UDFന് ഏറ്റവും കൂടുതൽ ആശ്വാസകരമാകുന്നത്. പീപ്പിൾസ് പൾസിന്റെ കണക്കിൽ 85 സീറ്റുകൾ വരെയാണ്. മാട്രിക്സിന്റെ കണക്കിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് തന്നെ പറയേണ്ടി വരും. ടുഡേസ് ചാണക്യയിലും അങ്ങനെയാണ്. PMarkലും 79 സീറ്റുകൾ വരെ പറയുന്നുണ്ട്. മാട്രിക്സിന്റെ കണക്കിൽ 75 സീറ്റ്. ഇതൊരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് മാട്രിക്സിന്റെ കണക്കിൽ വന്നിരിക്കുന്നത്. അതേസമയം ചാണക്യയുടെ കണക്ക് വരുമ്പോൾ അവിടെ UDFന് 80 സീറ്റുകൾ വരെ പറയുന്നുണ്ട്. പക്ഷേ 72 വേണമെങ്കിൽ കുറയാം എന്നുള്ളതാണ്. നമ്മുടെ വോട്ട് വൈബ് എക്സിറ്റ് പോൾ ഫലം ന്യൂസ് 8ലാണ് പുറത്തുവിട്ടത്. വോട്ട് വൈബ് അനുസരിച്ച് 75 സീറ്റുകളാണ് ആർക്കുള്ളത്, UDFനുള്ളത്. അവിടെ 63 സീറ്റുകളാണ് LDFന്. 58 മുതൽ. ഏതായാലും കേരളത്തിലെ കാത്തിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം ഇരു മുന്നണികളുടെയും ചങ്കിടിപ്പ് കൂട്ടുന്നതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങൾ, പല മണ്ഡലങ്ങളും ഡിസൈഡിംഗ് ഫാക്ടേഴ്സായി മാറും. ചെറിയ കക്ഷികൾ പോലും നിർണായകമായി മാറും. അങ്ങനെ കേവല ഭൂരിപക്ഷം കടന്ന് ഒരു വലിയ സംഖ്യയിലേക്ക് ഒരു മുന്നണിയും എത്തില്ല എന്നുള്ള തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് ഇതുവരെ പുറത്തു വന്നിരിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. പുറത്തു വന്ന 5 സർവേകളിലും ഒരു 90-ന് മുകളിലേക്ക് ഒരു സീറ്റ് ഒരു മുന്നണിയും നേടില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു സർവേ മാത്രമാണ് 90 സീറ്റ് UDFന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ബാക്കി സർവേകളെല്ലാം 80-ന് താഴെ സീറ്റുകൾ, 72-70 സീറ്റുകളടക്കം ഇപ്പോൾ ഈ സർവേ ഫലങ്ങളായി വരുന്നു. എല്ലായിടത്തും NDAക്ക് സീറ്റ് പറയുന്നുണ്ട്. അതിൽ ടുഡേസ് ചാണക്യ ഉറപ്പിച്ച് പറയുന്നുണ്ട് അല്ലേ. ചാണക്യ ഉറപ്പിച്ച് പറയുന്നുണ്ട്. വോട്ട് വൈബിന്റെ സർവേയിലും എക്സിറ്റ് പോളിലും NDAക്ക് 2 സീറ്റുകൾ വരെ പറയുന്നുണ്ട്. എന്തായാലും തൂക്കുസഭ വന്നാലും അത്ഭുതപ്പെടേണ്ടത്. ഇതൊരു പോളാണ്. ആക്സിസ് മൈ ഇന്ത്യ നോക്കുക, 78, 90, 49, 62 എന്ന കണക്കാണ്. പീപ്പിൾസ് പൾസ് 75, 85, 55, 65 എന്നുള്ള കണക്ക്. അവിടെയെല്ലാം നോക്കുമ്പോൾ മാട്രിക്സിന്റെ കണക്കിലും ഒരു തൂക്കുസഭയുടെ സാഹചര്യം. കൃത്യമായിട്ടൊരു മേധാവിത്വം കിട്ടാം UDFന്. ആക്സിസ് മൈ ഇന്ത്യ ചാണക്യയും വോട്ട് വൈബും ഏതാണ്ട് UDFന്റെ കണക്കിൽ കൃത്യമാണ്. പക്ഷേ BJPക്ക് കൂടുതൽ സീറ്റുകൾ പറയുന്നുണ്ട്. ചാണക്യ 3 മുതൽ 7 സീറ്റുകൾ വരെ കിട്ടാം എന്നുള്ളതാണ്. അത് 3 സീറ്റുകൾ ഉറപ്പിച്ച് പറയുന്നുണ്ട് ചാണക്യ. 7 മുതൽ 5 സീറ്റുകൾ വരെ പറയുകയാണ് പീപ്പിൾസ് പൾസും. പക്ഷേ ആക്സിസ് മൈ ഇന്ത്യയും BJPക്ക് സീറ്റ് ഉറപ്പിക്കുന്നില്ല. പക്ഷേ 3 സീറ്റുകൾ വരെ കിട്ടാം എന്നുള്ളതാണ്. അപ്പോൾ ഒരു തൂക്കുസഭ വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്ന രീതിയിലും വിവിധ ഏജൻസികളുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വിലയിരുത്തുമ്പോൾ കാര്യങ്ങൾ ആ രീതിയിൽ പറയേണ്ടി വരും. എന്നാൽ കൃത്യമായിട്ട് എന്തായാലും UDFന് ഒരു മേധാവിത്വമുണ്ട്. ആ മേധാവിത്വം എത്രമാത്രം സീറ്റുകളിലേക്ക് അവർക്ക് കൺവെർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കാണേണ്ടത് അല്ലേ. വിവിധ മേഖലകൾ തിരിച്ചുള്ള വിവിധ വിഷയങ്ങൾ കടന്നു വന്ന തെരഞ്ഞെടുപ്പ്. അവിടെ എല്ലാ സർവേ ഫലങ്ങളും UDFന് അനുകൂലമാണ്. UDF ഭരണത്തിലേക്ക് കയറുമെന്ന് പറയുന്നു. LDFന് ഭരണ തുടർച്ച 3ാം തവണയും ഭരിക്കാൻ പിണറായി വിജയന് സാധിക്കില്ല എന്ന സൂചനകൾ തന്നെയാണ് വളരെ കൃത്യമായി തന്നെ ഈ സർവേ ഫലങ്ങൾ നൽകുന്നത്. ആക്സിസ് മൈ ഇന്ത്യ ആയാലും പീപ്പിൾസ് പൾസ് ആയാലും മാട്രിക്സ് ആയാലും ചാണക്യ ആയാലും വോട്ട് വൈബ് ആയാലും പറയുന്ന സർവേ ഫലങ്ങൾ അനുസരിച്ച്, എക്സിറ്റ് പോൾ ഫലങ്ങൾ അനുസരിച്ച് കേരളത്തിൽ UDF ഭരണം സംഭവിക്കും. കേരളത്തിൽ UDF ഭരണത്തിലേക്ക് തിരിച്ചു വരും. LDFന് മറ്റൊരു ഭരണം 3ാം ടേം ലഭിക്കില്ല എന്നും വളരെ കൃത്യമായി തന്നെ ഈ സർവേ ഫലങ്ങൾ പ്രവചിക്കുന്നു. അവിടെ ഓർക്കേണ്ടത് ഇതെല്ലാം ഒരു മിഡ് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ചിലയിടത്തെങ്കിലും ഒരു തൂക്കുസഭയുടെ പ്രതീതി വരുന്നുണ്ട്. ഇപ്പോൾ മാട്രിക്സിനെ തന്നെ എടുക്കുകയാണെങ്കിൽ 70 മുതൽ 75 എന്ന് പറയുമ്പോൾ 70 UDFന്റെ അംഗസംഖ്യ കുറയുകയാണെങ്കിൽ അവിടെ 65 സീറ്റുകളായിരിക്കും LDFന് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ 3 സീറ്റുകൾ നേടുന്ന
NDA നിർണായക ഘടകമായി വരും എന്നുള്ളതാണ്. അതാണ് മാട്രിക്സിന്റെ അല്ല ചാണക്യയുടെ കണക്കിൽ അത് കൃത്യമായിട്ടും ആ രീതിയിൽ പറയുന്നു. മാട്രിക്സിന്റെ കണക്കിലാണ് അത് പറയുന്നത്. അതേസമയം ചാണക്യയും 3 മുതൽ 7 സീറ്റുകൾ വരെ പറയുമ്പോൾ 72 സീറ്റുകൾ UDFന് കിട്ടാം. അങ്ങനെ വരുമ്പോൾ അത് കേവല ഭൂരിപക്ഷം തന്നെയാണ്. പക്ഷേ എങ്കിലും ഒരു തൂക്ക് സഭയുടെ സാഹചര്യം അവിടെയും നിലനിൽക്കുകയാണ്. അതുകൊണ്ട് പോരാട്ടം കടുത്തത് തന്നെയാണ്. ഒരു വലിയ മാർജിനിലേക്ക് UDF പോകുന്നില്ല. ടൈംസ് നൗവിന്റെ ഒരു സർവേ ഫലം കൂടി ഇപ്പോൾ JVC സർവേ ഫലം കൂടി പുറത്തു വരുന്നു. 52 മുതൽ 61 വരെ സീറ്റുകളിൽ LDF ഒതുങ്ങും എന്നുള്ളതാണ്. UDFന്റെ കണക്ക് 72 മുതൽ 84 വരെ സീറ്റുകളിലേക്ക് എത്തുമെന്നാണ്. NDAക്ക് ആകട്ടെ 3 മുതൽ 7 വരെ സീറ്റുകൾ കേരളത്തിൽ JVC പ്രവചിക്കുന്നു. JVCയുടെ UDFന് മേധാവിത്വമാണ് അവിടെ. പക്ഷേ അങ്ങനെ അവിടെയും 72 അവർ ഒരു വലിയ മാർജിനാണ് ഇട്ടിരിക്കുന്നത് അല്ലേ, 72 മുതൽ 84. കാരണം പ്രവചിക്കാൻ പറ്റാത്ത എക്സിറ്റ് പോളിനും പ്രവചിക്കാൻ പറ്റാത്ത സീറ്റുകൾ ഉള്ളതുകൊണ്ടാണ് 72, 84 എന്ന് പറയുമ്പോൾ 12 സീറ്റിന്റെ ഒരു മാർജിൻ ഇട്ടാണ് അവർ പറയുന്നത്. അവിടെയും NDAക്ക് BJPക്ക് 3 സീറ്റുകൾ എങ്കിലും കിട്ടുമെന്നും പറയുന്നുണ്ട് JVCയുടെ കണക്കനുസരിച്ച്. JVCയും മാട്രിക്സും ചാണക്യയും BJPക്ക് കിട്ടുന്ന സീറ്റുകളുടെ കാര്യത്തിൽ ഏതാണ്ട് 3-5 അല്ലെ 3-7 എന്ന തരത്തിലേക്ക് 4 സർവേ ഫലങ്ങളെങ്കിലും BJPക്ക് 3 സീറ്റുകൾ ലഭിക്കും എന്ന തരത്തിലേക്ക് ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങളെങ്കിലും എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും വോട്ട് വൈബും മാട്രിക്സും ഏതാണ്ട് യോജിച്ചു പോകുന്നതാണ്. വോട്ട് വൈബും മാട്രിക്സും ഏതാണ്ട് യോജിച്ചു പോകുന്നുണ്ട്. ചിലപ്പോൾ കേവല ഭൂരിപക്ഷം കിട്ടിയേക്കില്ല എന്നുള്ളതാണ്. പക്ഷേ അവിടെ വോട്ട് വൈബും മാട്രിക്സും തമ്മിലുള്ള വ്യത്യാസം BJPക്ക് അത്രയും സീറ്റുകൾ വോട്ട് വൈബ് പറയുന്നില്ല. പക്ഷേ മാട്രിക്സ് തിരിച്ചാണ് അല്ലെ, BJPക്ക് പറയുന്നുണ്ട്. അതനുസരിച്ച് UDFന്റെ സീറ്റുകൾ കുറയുന്നുണ്ട്. 3 മുതൽ 5 വരെ സീറ്റുകൾ മാട്രിക്സും പറയുന്നു. ചാണക്യാകട്ടെ 3 മുതൽ 7 വരെ സീറ്റുകൾ ലഭിക്കും BJPക്ക് എന്ന് വ്യക്തമാക്കുന്നു. അങ്ങനെ BJPക്ക് സീറ്റുകൾ ലഭിക്കുമെന്ന കാര്യത്തിൽ ആക്സിസും പീപ്പിൾസ് പൾസും മാത്രമാണ് സംശയം പ്രകടിപ്പിക്കുന്നത്. പക്ഷേ ബാക്കി 4 സർവേ ഫലങ്ങളും BJP കേരളത്തിൽ 3 സീറ്റുകൾ വരെ കിട്ടിയേക്കാം. അത് 5-ലേക്കോ 7-ലേക്കോ ഉയർന്നേക്കാം എന്ന തരത്തിലാണ് ഇപ്പോൾ സർവേ ഫലങ്ങൾ പുറത്തുവിടുന്നത്. ഏതായാലും ഇപ്പോൾ സർവേകൾ പുറത്തു വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ UDF കേരളത്തിൽ അധികാരത്തിലേക്ക് എന്നുള്ള സൂചനകൾ തന്നെയാണ് വരുന്നത്. ഇതുവരെ പുറത്തു വന്ന 6ഓളം സർവേ ഫലങ്ങളിൽ വളരെ കൃത്യമായി തന്നെ UDFന്റെ മേധാവിത്വം, അതിപ്പോൾ നേരിയ എഡ്ജാണെങ്കിൽ പോലും UDF ഭരണത്തിലേക്ക് എന്നുള്ള അടുത്തുള്ള സൂചനകൾ തന്നെയാണ് വരുന്നത്. അതിൽ നമുക്ക് ഏറ്റവും ആദ്യം പുറത്തു വന്നത് വോട്ട് വൈബ് സർവേ ഫലം തന്നെയാണ്. വോട്ട് വൈബ് വളരെ കൃത്യമായി 75 സീറ്റിലേക്ക് UDF എത്തും എന്ന് പറയുന്നു. വോട്ട് വൈബിൽ 70 മുതൽ 80 വരെ, അതായത് 75 നിലയിലേക്ക് കേരളത്തിൽ UDF എത്തും. LDF ആകട്ടെ 63-ലേക്ക് ഒതുങ്ങും. 98-ൽ നിന്ന് LDF 63-ലേക്ക് ഒതുങ്ങും എന്നാണ് സർവേ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന്, അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, മറ്റ് സർവേ ഫലങ്ങളായി ആക്സിസ് മൈ ഇന്ത്യ വരുമ്പോൾ 78 മുതൽ 90 വരെ സീറ്റുകൾ UDFന് ആക്സിസ് സർവേ പ്രവചിക്കുന്നുണ്ട്. അത് വളരെ പ്രധാനമാണ്. ആക്സിസ് പറയുന്നത് 49 മുതൽ 62 വരെ സീറ്റുകൾ മാത്രമാണ് കേരളത്തിൽ LDFന് ലഭിക്കുക എന്നുള്ളതാണ്. ആക്സിസ് മൈ ഇന്ത്യയുടെ സർവേ ഫലത്തിൽ അത്തരത്തിൽ വലിയ ഒരു മുന്നേറ്റം UDFന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.